എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ രാജിവെച്ചു. അടുത്ത വർഷം സെപ്റ്റംബറിൽ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ് രാജി. അരവിന്ദ്, ഇങ്ങനെയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജിവെക്കുക എന്നത് അത്തരമൊരു കടുത്ത നിലപാടിലേക്ക് പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചെന്താണ്? അതിന്റെ കാരണം എന്തെങ്കിലും രാജിയിൽ പറയുന്നുണ്ടോ? രാജിയുമായി ബന്ധപ്പെട്ട കാരണങ്ങളൊന്നും ക്യാമ്പൽ വിൽസൺ ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല. പക്ഷേ ഇത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. കഴിഞ്ഞ ജനുവരി മുതൽ തന്നെ പുതിയ സിഇഒയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എയർ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അഹമ്മദാബാദിൽ വിമാന അപകടം നടക്കുകയും ഇതിന് പിന്നാലെ എയർ ഇന്ത്യക്കടക്കം ഏകദേശം 20,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാവുകയും ചെയ്തു എന്നതായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. ഇതിന് പിന്നാലെ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ രാജിവെക്കാനുള്ള സന്നദ്ധ ക്യാമ്പൽ അറിയിച്ചിരുന്നു. പിന്നീട് സിഇഒയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയും അത് പുതിയ ആളെ കണ്ടെത്തുവാനുള്ള നീക്കങ്ങളും എയർ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് ബോർഡ് മീറ്റിംഗ് നടക്കുകയും ഈ ബോർഡ് മീറ്റിംഗിൽ ക്യാമ്പൽ വിൽസന്റെ രാജി എയർ ഇന്ത്യ ഇപ്പോൾ അംഗീകരിക്കുകയും ചെയ്തത്. 2022 ക്യാമ്പൽ വിൽസൺ എയർ ഇന്ത്യയുടെ സിഇഒ എത്തുന്നത്. പിന്നീട് കഴിഞ്ഞ വർഷങ്ങളടക്കം സിഇഒ ആയി പ്രവർത്തനം തുടരുന്നുണ്ട്. അടുത്ത വർഷം സെപ്റ്റംബറിലായിരുന്നു കാലാവധി അവസാനിക്കാനിരുന്നത്. പക്ഷേ ഒരു വർഷം മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയാണ്. എന്തായാലും പുതിയ സിഇഒ കണ്ടെത്തുന്നതുവരെ ഈ സ്ഥാനത്ത് ക്യാമ്പൽ വിൽസൺ തുടരും, ഈ ചുമതലകളിൽ തുടരുമെന്നതാണ് എയർ ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അഹമ്മദാബാദ് വിമാനാപകടത്തിനും പിന്നാലെ വലിയ രീതിയിലുള്ള സുരക്ഷാ ആശങ്കകൾ എയർ ഇന്ത്യ നേരിട്ടിരുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ രാജി ഉണ്ടായിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെയും എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വിമാന ടിക്കറ്റ് നിരക്ക് അടക്കം വലിയ ശക്തമായി ഉയരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ രാജി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പുതിയ സിഇഒ കണ്ടെത്താനുള്ള നീക്കങ്ങളും എയർ ഇന്ത്യ ശക്തമാക്കി കഴിഞ്ഞു. ഗോകുൽ ക്രിസ്റ്റീന. ശരി, പി ആർ അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.